ആനന്ദിന്റെ അച്ഛനല്ലേ? അതെ. മകനൊരു വളർത്തുദോഷം കാണിച്ചു. അതിനുള്ള ശിക്ഷ കൊടുത്ത് അവൻ പഠിക്കുന്ന കോളേജിലെ ക്ലാസ് റൂമിൽ കിടത്തിയിട്ടുണ്ട്. വന്ന് കൂട്ടിക്കൊണ്ടുപോയി നേരാവണ്ണം ഉപദേശിച്ചാൽ കിഴക്കേടത്ത ശ്രീധരന്റെ സൽപ്പേര് ഇനി നിലനിർത്താം. നീ ആരടാ? എന്തിന് തെറ്റ് ചെയ്ത അനിയന് ഒരേട്ടൻ എന്ന ശിക്ഷയായിട്ട് കരുതിയാ മതി. ഇപ്പൊ ഞാൻ നിന്നെ തൊട്ട വിവരം പുറത്തു പറഞ്ഞാൽ എനിക്ക് നിന്നെ വീണ്ടും തൊടേണ്ടി വരും. അതൊരു തൊടലായിരിക്കും എല്ലാ അർത്ഥത്തിലും. നിങ്ങൾ ആരാ? എന്തിന്? എന്തിനാ മുളകി കരയണേ? പ്രോഗ്രാമിന് എന്തെങ്കിലും? പ്രോഗ്രാം ഗംഭീരായിരുന്നു. പിന്നെ എന്തിനാണോ ഇവള് കരയുന്നത്? അത് പിന്നെ പറയടാ, എന്താ ഉണ്ടായേ? അപ്പുറത്തെ വീട്ടിലെ ചെക്കൻ ശ്രീബാലയുടെ മെക്കിട്ടുകാരൻ വന്നതിന് നിങ്ങൾ എന്തിനാ ഇവന്റെ മെക്കിട്ടുകാരുന്നത്? അതൊരു നിസ്സാര കാര്യം. എനിക്ക് നിസ്സാര കാര്യമല്ല. കിഴക്കെടുത്ത് ആനന്ദം കൂട്ടർ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഈ നിൽക്കുന്ന ഉണ്ണിയാ എന്നെ രക്ഷിച്ചത്. അയ്യോ, ഞാനല്ല രക്ഷിച്ചത്. പിന്നാരാ? കിഴക്കേടത്ത് ശ്രീധരൻ, ആനന്ദിന്റെ അച്ഛൻ. ശ്രീധരനോ? അതേന്ന്. ആനന്ദിനെ കൂട്ടിക്കൊണ്ടുപോകാനോ അങ്ങനെ എന്തിനോ കോളേജിൽ വന്നാണ് അദ്ദേഹം. ആ സമയത്താണ് ആനന്ദ് ഈ കുട്ടി സംഘം ചേർത്ത് ആക്രമിക്കുന്നുണ്ടത്. പിന്നെ അദ്ദേഹത്തിന് ഒട്ടും സഹിച്ചില്ല. ആനന്ദിനെ പിടിച്ചു നിർത്തിക്കൊണ്ട് മാറി മാറി അടിച്ചു. എന്നിട്ട് ഇങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. ആ ജാനുബാഹുവായ മനുഷ്യന്റെ മുന്നിൽ ആനന്ദിന് സുഹൃത്തുക്കൾക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവർ ഓടിക്കളഞ്ഞു. എന്നിട്ട് ആനന്ദിനോട് ഒരു ചോദ്യം. എന്റെ നിന്റെ കൺമുമ്പിൽ കിടന്നു പറഞ്ഞ പെഗുച്ചിനെ ദ്രോഹിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാന്ന്, മനസ്സ് വന്നടാന്ന്. കേട്ടപ്പോ എന്റെ ഒരു രോമം അങ്ങോട്ട് എഴുതിട്ട് കോരിത്തരിച്ചു പോയി. എന്റെ രോമം എഴുന്നേക്കുന്ന കോരിത്തരിക്കുന്നത് നിന്നോട് ചോദിച്ചിട്ടാണോ? അല്ല, ഞാനിത് വിശ്വസിക്കില്ല. ഞാനിതൊന്നും കണ്ടില്ല. അതെങ്ങനെ കാണും? ആ സമയത്ത് ഞാൻ ശ്രീബാല ക്ലാസ് റൂമിൽ പൂട്ടിയിട്ടേക്കായിരുന്നില്ലേ? അത് കണ്ടോ? എന്ത്? മകനെ വലിച്ചഴച്ചു കൊണ്ടുപോകുന്നത്. ഈ നാട്ടിൽ ഇങ്ങനെയാണോ വലിച്ചഴക്കുന്നത്? ആ നോട്ടം കണ്ടോ? അതിൽ കുറ്റബോധമില്ലേ? എന്തിന്? അവൻ ചെയ്ത തെറ്റിന് നിങ്ങൾ പുത്തെഴുത്തുകാർ കടപ്പെട്ടിരിക്കുന്നത് കിഴക്കേടത്ത് ശ്രീധരനോടാ. നീ ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം ചോദിക്കട്ടെ. എന്താടാ? എടാ, ശ്രീബാലെ രക്ഷിച്ചത് നീയല്ലേ? നിനക്ക് കിട്ടേണ്ട ക്രെഡിറ്റ് കാർഡ് എന്തിനാ നീ ശ്രീധരൻ എടുത്തോണ്ട് പോയി കൊടുത്തത്? ഹലോ, അതാണ് എന്റെ കളി. രാമല്ലേ? ഇന്ന് അർദ്ധരാത്രിയോടെ ഞാൻ കൃഷ്ണന്റെ പഞ്ചലോഹ വിഗ്രഹം പൊക്കിയിരിക്കും. രാത്രിയിൽ തന്നെ ഞാൻ ചാക്കിൽ പൊതിഞ്ഞ് ആളൊഴിഞ്ഞ ബണ്ടിന് സമീപം കുഴിച്ചിടാം. രാവിലെ നീ ബണ്ടിന്റെ അടുത്ത് വന്നാൽ നമുക്കത് ടൗണിലെത്തിക്കാം. ഓക്കെ? വിഗ്രഹം എവിടെ കുഴിച്ചിടാന്നാ പറഞ്ഞത്? ബണ്ടിന്റെ ഭാഗത്ത് എവിടെങ്കിലും ഉണ്ടാവുന്ന പറഞ്ഞത്. ഇവിടെ എവിടെയെങ്കിലും കാണും. നീ ശരിക്കും തപ്പി നോക്കടാ. സാറേ, നമുക്ക് നടത്തം മതിയാക്കി തിരിച്ചു പോയാലോ? വേണ്ട, എടാ, ഇവിടെ പാമ്പായിരിക്കും അത്. ഈ കൂറ്റാക്കൂറ്റ വെയിലത്ത് അങ്ങോട്ട് പോണോ? പോണം, ആവശ്യമുണ്ട്. സാറേ, സാറിന്റെ വീട്ടിൽ നിന്ന് കേറി പോയെന്ന് കരുതി ഞാനൊരു കള്ളനോ തെമ്മാടിയൊന്നും അല്ല. അതൊക്കെ സാറിന് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയും. ഓ, എന്നിട്ട് താനെങ്ങനെ വീട്ടിൽ കയറി? പോടാ. പാടോ. സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ. സാറെന്താ ഈ പാടത്ത് കൃഷി ഇറക്കാത്തെ? വെള്ളമില്ലാതെ കൃഷി ചെയ്യാനുള്ള ജാലവിദ്യയൊന്നും എനിക്ക് അറിയില്ല. വെള്ളം നിന്റെ മുതലാളിമാര് കെട്ടിയടച്ചേക്കല്ലേ? ഭൂമിക്ക് മുകളിലുള്ള വെള്ളമല്ലേ അവര് കെട്ടിയടച്ചിരിക്കുന്നേ? ഭൂമിക്ക് അടിയിൽ ശ്രമിച്ചൂടെ? ഒരു കുളം കുത്തിയാൽ? എടോ, കുളത്തിന് കിണറിന് ഓരോ സ്ഥാനമുണ്ട്. വാസ്തുശാസ്ത്ര പ്രകാരം ഈ പറമ്പിൽ ആ സ്ഥാനമില്ല. ആ സ്ഥാനത്ത് കുത്തിയാൽ കുടുംബത്തിന് ദോഷമാണ്. ശരി, സമ്മതിച്ചു. വാസ്തുശാസ്ത്ര പ്രകാരം ഞാനൊരു സ്ഥാനം കാണിച്ചു തന്നാൽ പാരമ്പര്യമായിട്ട് ഞങ്ങളിങ്ങനെ സ്ഥാനം കണ്ടുപിടിക്കുന്നവരാ. സ്ഥാനത്തൊക്കെ രണ്ടെണ്ണം കിട്ടുമ്പോൾ മാറിക്കോളും. ഇന്ന് ഞാനിവിടെ ഒരു സ്ഥാനം കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഈ ഭാഗത്താവാനാ സാധ്യത. ദൈവം ജലം സ്ഥാനത്ത് കോല് കുത്തി നിന്നു. അമ്മേ, ജലദേവത അനുഗ്രഹിച്ചിരിക്കുന്നു. സാർ, ആ ബണ്ടിനിപ്പുറത്ത് ബണ്ടിന്റെ നീളത്തിലും വീതിയിലും ഒരു തോട് ഒഴിച്ചാലോ? അരുതേ, അരുതേ, അത് യമകണ്ഠ മൂലയാണ്. ആരുടെ മിണ്ടായിരടോ? സാർ, അങ്ങനെ ഒരു തോട് കീറിയാൽ ബണ്ടിനപ്പുറത്തുള്ള വെള്ളം ഉറവയായിട്ട് ഇപ്പുറത്തെത്തും. ആ വെള്ളം ചാല് കീറി ഇടത്തോട് വഴി ഒഴുക്കണം. വെള്ളം ഒഴുകുന്ന വഴിയാകുമ്പോ വാസ്തു നോക്കേണ്ട കാര്യമില്ലല്ലോ. ബുദ്ധി എന്റേതല്ല, ദാ ശങ്കരനായർ സാറിന്റെ. എടോ,
അതൊക്കെ അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റിയിട്ടോളൂ. ആ കിഴക്കെഴുത്ത പാടത്ത് വെള്ളം കിട്ടിയാൽ തോൽക്കുന്നത് പുത്തെഴുത്തക്കാരനവരല്ലേ? എന്താണെന്നറിയില്ല, അദ്ദേഹത്തിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സ്വയം തോറ്റാലും കിഴക്കേടത്തെ വാര്യർ ജയിച്ചേണ്ട മതിയെന്ന അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നിലപാട്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഡോ, ഡോ. ഇവിടെ വാടോ. സാർ, മറ്റേ സാർ വിളിക്കുന്നു. എന്നാ ഞാൻ അങ്ങടെ. എന്തോ ചീഞ്ഞു നാർന്നില്ലേ സാർ? ആ നാറുന്നുണ്ട്. താൻ രാവിലെ എന്റെ കാറിൽ കയറിയപ്പോ തൊട്ട് സഹിക്കുന്നുണ്ട് ഞാൻ ഈ നാറ്റം. ഓടോ, പോയി തോട് കയറിടോ. സാർ, തനിക്കെന്താ അവിടെ കാര്യം? വാര്യർ സാറ് വിളിച്ചപ്പോ പോയതാ. എന്തിന്? ആ ബണ്ടിന് സമീപം വാര്യർ സാറ് നീളത്തിലൊരു തോടെടുത്തോട്ടെന്ന് ചോദിക്കാൻ പറഞ്ഞു. അയാളുടെ പറമ്പിൽ തോടെടുക്കുന്നതിന് എന്റെ അനുവാദം എന്തിനാ? അതാണ് സാർ മാന്യത. സാറിന്റെ അനുവാദം കൂടാതെ സ്വന്തം പറമ്പിൽ പോലും ഒന്നും ചെയ്യില്ലെന്ന് അദ്ദേഹം പറയുന്നത്. രാശിയാണത്രേ, രാശി. എന്താ വലിയ ഞാൻ പറഞ്ഞോട്ടെ സാർ, സാർ സമ്മതിച്ചു എന്ന്. അതെ, പണിക്കാരെ നമുക്കിട്ട് പണി തരാൻ പോവാ. കുടിച്ചാൽ ആദ്യം കിട്ടുന്ന കൃഷ്ണവിഗ്രഹായിരിക്കും. എന്തെങ്കിലും ഒന്ന് പറ. രാഘുവാലം കഴിഞ്ഞോട്ടെ. 1 മണിക്കൂർ 18 മിനിറ്റ് രാഘുവാലം കഴിയാൻ. അതുപോലെ എല്ലാവരും ചായ കുടിച്ചിട്ട് വാ. എടാ മണ്ട, രാഘുവാലൊക്കെ എപ്പോഴേ കഴിഞ്ഞു. എവിടുന്ന് കിട്ടി സാർ ഇവനെ? നിങ്ങളെല്ലാരും പണി തുടങ്ങിയ? അല്ലെങ്കിൽ വേണ്ട 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 വേണ്ട, സാറിന്റെ കാര്യസ്ഥ തന്നെ ഉൾക്കാരം ചെയ്യട്ടെ. എടോ, കൊടുത്തേ. ആ തൂമ്പ് കൊടുത്തേ. ഇവിടെ കുഴിക്ക്. കുഴിക്കടോ. വേണ്ട വേണ്ട. അങ്ങനെ എന്താണത്? എന്താണത്? അതെ, കാലിച്ചാക്കിക്കൊണ്ട് ശബ്ദോ. ഒന്നുകൂടി കിട്ടിയ നോട്ടെ. കൃഷ്ണ, ഇത് തറവാട്ടിലിരുന്ന കൃഷ്ണ വിഗ്രഹമല്ലേ? ഇതിവിടെ എങ്ങനെ എത്തി? തറവാട്ടിലിരുന്ന് ബോറടിച്ചപ്പോ ഇവിടെ വന്ന് കിടന്നായിരിക്കുള്ളൂ. എത്ര ബോറടിച്ചാലും കൃഷ്ണൻ ചാക്കി കയറി വരൂ. ഈശ്വരൻ ചാക്കിലല്ല, പാക്കിൽ വരെ വരും. എന്താ കേട്ടിട്ടില്ലേ? മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു. അവർ കരുണാമയനെ കാവൽ വിളക്കായി ഗ്രാവലിരിക്കുന്നു. ഗ്രാവലിലോ? ഗ്രാവലി ചെമ്മണ്ണ്. എന്ത് കാര്യസ്ഥന സാർ ഇത്? ഇതേതോ കള്ളൻ മോഷ്ടിച്ചുകൊണ്ടൊന്ന് കുഴിച്ചു മൂടിയതാണ്. ഉടനെ പിടിക്കണം ആ, സാർ. പക്ഷെ നമ്മളുടെ കയ്യിൽ തെളിവില്ലല്ലോ. എല്ലാവരോടും നോക്കി നിൽക്കാതെ ഈ വിഗ്രഹം എടുത്ത ആളുടെ തലയിൽ വെച്ചു കൊടുക്കൂ. അത് കയ്യിൽ പോയി. സൂക്ഷിച്ചെടുക്കൂ. തലയിൽ എന്റെ ഇതൊരു പണിയായി പോയി കൃഷ്ണ. പൊക്കോളൂ, അവന്റെ കൂടെ പൊക്കോളൂ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണം. വെട്ടു വെട്ടു. ഏത് തെണ്ടി അവർക്ക് തോട് കീറാനുള്ള ബുദ്ധി ഉപദേശിച്ചെന്നാ മനസ്സിലാവാത്തത്. ഇത്രയും കാലം ബണ്ട് കെട്ടി വെള്ളം തടഞ്ഞതും കേസ് പറഞ്ഞ് ജയിച്ചതും ഒക്കെ വെറുതെയായി. കേട്ടില്ലേ? കിഴക്കേടത്തുകാർക്ക് ലോണും പാസ്സായിന്ന്. കിഴക്കേടത്തെ ശ്രീധരൻ കൃഷി ഇറക്കിയ പിന്നെ നാട്ടിലിറങ്ങി തല പൊക്കി നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് വില കൊടുത്തും തടയണം. വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രീധരന് ഒരു 5-6 മാസം ആശുപത്രി കിടത്താനുള്ള വഴി. എങ്ങനെ? അത് ഏട്ടന് ഞങ്ങൾ ഈ വക്കീലന്മാർക്ക് ക്രിമിനൽസുമായിട്ടുള്ള ബന്ധം അറിയാത്തോണ്ടാ. കിട്ടി മുഴുവൻ കിട്ടി. ശരി. എന്താ പേര്? ജയശങ്കർ, പുത്തേഴ്ത്ത് ഹൗസ്.